ആലപ്പുഴ എങ്ങനെയുണ്ട് ഷാജഹാൻ? മഴയുണ്ടോ അതോ വലിയ തോതിൽ വെള്ളക്കെട്ട്? ഇന്നലെയൊക്കെ തകർത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നല്ലോ, പല ഭാഗങ്ങളും പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. എന്താണ് ജില്ലയുടെ ഒരു പൊതു അവസ്ഥ ഇപ്പോൾ? ശരി, ഗുഡ് മോർണിംഗ് ശരത്ത്. ആലപ്പുഴ ജില്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഭയങ്കര മഴയായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ വെള്ളം കയറാത്ത ഒരു പ്രദേശം പോലും ഇന്നലെ ഉണ്ടായിരുന്നില്ല. ആലപ്പുഴ നഗരത്തിൽ മുട്ടിന് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു. കാര്യം അത്രത്തോളം എല്ലാ പ്രദേശങ്ങളിലും ശക്തമായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ വെള്ളം വന്നതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടനാട്ടിൽ നമുക്കറിയാം, കുട്ടനാട്ടിലും ഇപ്പോൾ കിഴക്കൻ വെള്ളമൊക്കെ തന്നെ മലയോര പ്രദേശങ്ങളിൽ പെയ്യുന്ന വെള്ളമൊക്കെ തന്നെ കുട്ടനാട്ടിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. പക്ഷേ അതൊരു പരിധിവരെ തോട്ടപ്പള്ളി വഴിയും അന്ധകാരനാഴി വഴിയും കായംകുളം വഴി പൊഴി വഴിയൊക്കെ കടലിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ വലിയൊരു ഗുണമാണ്. പക്ഷേ എങ്കിലും ഏതാണ്ട് 21 ക്യാമ്പുകളിലായിട്ട് 1150 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകൾ കാര്യം വെള്ളം ഇന്നിപ്പോൾ രാവിലെ നേരിയ തോതിൽ തോർച്ച ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ചാറ്റൽ മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇന്നും കൂടെ മഴ ശക്തിയായി പ്രാപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആൾക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരും. മൊത്തം ഏതാണ്ട് 65 വീടുകൾ ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടു, 5 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു. അങ്ങനെ വ്യാപകമായിട്ടുള്ളൊരു നാശനഷ്ടം പൊതുവേ ഉണ്ട്. ഇനി കാർഷിക മേഖലയിലെ നഷ്ടങ്ങളുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണക്കുകൾ കിട്ടുകയുള്ളൂ. കാർഷിക മേഖലയിലെ കണക്കുകൾ നമുക്കിപ്പോൾ തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാര്യം മഴയൊന്ന് മാറി നിന്നാലേ അവർക്കതൊക്കെ തന്നെ വിലയിരുത്താൻ കഴിയുള്ളൂ. പിന്നെ ടൂറിസം മേഖലയിൽ ചെറുവള്ളങ്ങളൊക്കെ തന്നെ ടൂറിസം മേഖലയിൽ ഇറങ്ങുന്നതിന് കർശന നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഹൗസ് ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തി വരുന്നത്. അങ്ങനെ ടൂറിസം മേഖലയിൽ ആളുകൾ കാര്യമായിട്ട് എത്തുന്നുണ്ട്. കാര്യം കിഴക്കൻ മലയോര മേഖലകളിലൊക്കെ തന്നെ ടൂറിസം പൊതുവെ നിരോധിച്ചൊരു സാഹചര്യത്തിൽ ആലപ്പുഴയിലേക്ക് ടൂറിസം ആഘോഷിക്കാനും മൺസൂൺ ആഘോഷിക്കാനും ഒക്കെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ ഒരു എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ ഹൗസ് ബോട്ട് ഉടമകൾക്കും ഒക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ശക്തമായ മഴ ഇന്നും തുടരും. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരും. പക്ഷേ 2018 സമാനമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാം. അതിന് വേണ്ട മുൻകരുതലുകളൊക്കെ തന്നെ തൊട്ടപ്പള്ളിയിലും അതോടൊപ്പം തന്നെ അന്ധകാരനാഴി കായംകുളം വഴിയൊക്കെ തന്നെ കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ശരത്ത്.